ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വിവാഹത്തിന് ശേഷം നിന്നെ ഓർത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം ഇത്. എന്റെ ഭർത്താവ് അഭിമാനമുള്ള ആണൊരുത്തനാണെന്ന് തോന്നിയ നിമിഷം. എനിക്കിനി ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. അമ്മയ്ക്ക് പേടിയാവുന്നടാ. പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും അമ്മേ. വാമ്മേ നോക്കാം. ഹലോ, മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അമ്മയാണല്ലോ വിളിച്ചത്. എന്തായിരിക്കും കാര്യം? സുചിത്രയെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. ആദ്യം ബെല്ലുണ്ടായിരുന്നു, ഇപ്പം ബിസി ടോണാ കേൾക്കുന്നത്. ആ, പ്രകാശിനെ വിളിച്ച് കാര്യം പറയാം. എന്തായാലും എന്റെ വയറ്റിൽ ജനിച്ചു തന്നെയാണല്ലോ അവനും. സുചിത്ര വിളിക്കുന്നുണ്ടല്ലോ. മോളെ, അമ്മ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു മോളെ. അവിടെ അച്ഛനും അമ്മയ്ക്കും സുഖാണോ? മീനാക്ഷിയോ? സുഖാണ് മോളെ. അമ്മ ഇപ്പൊ വിളിച്ചത് ഒരു വിശേഷം പറയാനാ. അമ്മ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. മീനാക്ഷി അമ്മയാവാൻ പോകുന്ന വിശേഷമല്ലേ? ഓ, അതറിഞ്ഞോ? എന്നാ ഞാൻ അത് പറയാനല്ല വിളിച്ചത്, വേറൊരു വിശേഷം പറയാനാ. വേറൊരു വിശേഷോ? അതെന്താ അമ്മേ? മോളെ, നിന്റെ അമ്മായി അച്ഛൻ സ്വന്തമായിട്ടൊരു വീട് പണിയാൻ പോകുന്നു. മാധവേട്ടൻ വീട് പണിയാൻ പോകുന്നൂന്ന്. അമ്മേ, അമ്മ ഈ പറയുന്നത് സത്യം തന്നെയാണോ? അതെ മോളെ. ജോത്സ്യനെ കണ്ട് വീട് പണിക്ക് തറക്കല്ലിടാനുള്ള മുഹൂർത്തം വരെ കുറിച്ചു കഴിഞ്ഞു. ഈ വരുന്ന 29-ാം തീയതി രാവിലെ 10 മണിക്ക് മുഹൂർത്തം. എല്ലാവരുമായിട്ട് മോള് വരണം. അമ്മേ, വിഷമിക്കണ്ട, പ്രകാശിനോട് അമ്മ വിളിച്ചു പറയാം. സന്തോഷായി അമ്മേ. ഭൂമി പൂജയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നല്ലാതെ. മോള് നേരത്തെ അങ്ങ് എത്തിയേക്കണം. മീനാക്ഷിക്ക് വയ്യാതിരിക്കാണെന്ന് അറിയാലോ. നീ വേണം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ. അതിനെന്താ അമ്മേ, ഞാൻ നേരത്തെ അങ്ങ് എത്തിയേക്കാം. ശരി മോളെ, അമ്മ വൈകിട്ട് വിളിക്കാം. ആ, ഇനി വസന്തയെ വിളിച്ച് കാര്യം പറയണം. വൈകിപ്പോയാ അത് മതി അവൾക്ക് പരാതി പറയാൻ. ശരി അമ്മേ. ശരി മോളെ. ഹരിത, ജോലി തേടി ഒരുപാട് അലഞ്ഞു. ഒരിടത്തും കിട്ടാതെ വന്നപ്പോഴാണ് മറ്റൊരു ഗതിയില്ലാതെ വന്നപ്പോ ഞാൻ നിന്നോട് മറച്ചു വെച്ചത് നീ എന്നെ വെറുക്കുമെന്ന് പേടിച്ചിട്ടാ. അല്ലാതെ നിന്നെയോ നിന്റെ അച്ഛനോ അപമാനിക്കാനോ ആളുകൾ മുമ്പിൽ ചെറുതാക്കാനോ വേണ്ടി ചെയ്തതല്ല. എന്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ.
എന്റെ ഭാര്യയ്ക്ക് എന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു നേരത്തെ അന്നവും കൊടുക്കണം എന്നുള്ള മോഹം കൊണ്ട് ചെയ്തു പോയതാ. ഹരിതേ, ഹരിതേ, നീ എന്നെ വെറുക്കരുത്. തോറ്റു തോറ്റു മടുത്തു ഞാൻ. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് മുന്നിൽ ഒരു അച്ഛനെന്ന നിലയിൽ തോക്കാൻ വയ്യ എനിക്ക്. മുന്നമ്മലെ കരുണാകരക്കുറിപ്പിന്റെ മരുമകനായിട്ടല്ല, സാധാരണക്കാരനായ മാധവനാരുടെ മകനായിട്ടാ ഞാൻ ഈ പണി ചെയ്യുന്നത്. അങ്ങനെ കരുതിയെങ്കിലും നീ ഈ തെറ്റിന് എന്നോട് പൊറുക്കണം. മനോജ്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലും മാപ്പിരക്കരുത്. എന്റെ വിവാഹത്തിന് ശേഷം നിന്നെ ഓർത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം ഇത്. എന്റെ ഭർത്താവ് അഭിമാനമുള്ള ആണൊരുത്തനാണെന്ന് തോന്നിയ നിമിഷം. എനിക്കിനി ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. വേണ്ട, മൊത്തം വിയർപ്പൊഴുക്കുക. അച്ഛ, ജഗനെ വിളിച്ചപ്പോ ഹരിത അവിടെ ഒന്നും ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ. ആ ഒരുമ്പെട്ടവൾ എവിടെ പോയി കിടക്കുക? നാശം. വക്കീലിപ്പോ വിളിക്കുകയും ചെയ്യും. എല്ലാം ഈ നിൽക്കുന്നവളുടെ വളർത്തുദോഷ. എന്റെ കുഞ്ഞിനി വല്ല അബദ്ധവും കാണിക്കോ ഈശ്വര? അയ്യോ, കാണിക്കാവുന്ന അബദ്ധം മുഴുവൻ കാണിച്ചില്ലേ, ഇനി എന്താ കാണിക്കാനാ? വായടിക്കടി ശാവമേ. അപ്പച്ചി, ഇവിടെ എല്ലാവരും പുകഞ്ഞു നിൽക്കുക. അതിന്റെ ഇടയിലാ അപ്പച്ചിയുടെ ഒരുമാതിരി മറ്റേ വർത്തമാനം. ദേ, എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, പറഞ്ഞേക്കാം. വക്കീലായിരിക്കും, എടുക്കണം. ഹലോ, ഞാനങ്ങോട്ട് വരാം. മാനത്തെ കൊട്ട